ബസ് യാത്രയ്ക്കിടയിൽ ലൈംഗിക അതിക്രമം നടത്തിയെന്ന് ആരോപിച്ച് സമൂഹമാധ്യമത്തിൽ വീഡിയോ പ്രചരിപ്പിച്ചതിനെ തുടർന്ന് കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി യു ദീപക് ജീവനൊടുക്കിയ സംഭവത്തിൽ പ്രതി ഷിംജിത മുസ്തഫയുടെ ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കും. കോഴിക്കോട് ജില്ലാ സെഷൻസ് കോടതിയാണ് പരിഗണിക്കുക. അതേസമയം ദീപകിന്റെ അമ്മ സിറ്റി പോലീസ് കമ്മീഷണർക്ക് വീണ്ടും പരാതി നൽകിയിരുന്നു. ഷിംജിതയ്ക്കെതിരെ കണ്ണൂർ സൈബർ പോലീസിന് പരാതി നൽകിയ സഹയാത്രക്കാരുടെ മൊഴിയെടുക്കണമെന്നതാണ് ആവശ്യം. ഷിംജിത ചിത്രീകരിച്ച ദൃശ്യങ്ങളിൽ സഹയാത്രികയുടെ ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നു. ഈ ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് സഹയാത്രക്കാരി പോലീസിൽ പരാതി നൽകിയത്. എന്നാൽ ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്തത് പോലീസ് വിവരാവകാശ നിയമപ്രകാരം കുടുംബത്തിന് മറുപടി നൽകി. സമൂഹ മാധ്യമത്തിൽ വീഡിയോ പ്രചരിപ്പിച്ചതിനെ തുടർന്ന് കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി യു ദീപക് ജീവനൊടുക്കിയ സംഭവത്തിൽ പ്രതിയായ ഷിംജിത മുസ്തഫയുടെ ജാമ്യാപേക്ഷ ഇന്ന് കോഴിക്കോട് ജില്ലാ സെഷൻസ് കോടതി പരിഗണിക്കും. അതേസമയം ദീപകിന്റെ അമ്മ സിറ്റി പോലീസ് കമ്മീഷണർക്ക് വീണ്ടും പരാതി നൽകിയിരുന്നു. പ്രതി ഷിംജിതയ്ക്കെതിരെ കണ്ണൂർ സൈബർ പോലീസിന് പരാതി നൽകിയ സഹയാത്രക്കാരുടെ മൊഴിയെടുക്കണമെന്നതാണ് ആവശ്യം. ഷിംജിത ചിത്രീകരിച്ച ദൃശ്യങ്ങളിൽ സഹയാത്രക്കാരുടെ ദൃശ്യങ്ങളും ഉണ്ടായിരുന്നു. ഈ ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് സഹയാത്രക്കാരി പോലീസിൽ പരാതി നൽകിയത്. എന്നാൽ ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്തെന്നാണ് പോലീസ് വിവരാവകാശ നിയമപ്രകാരം കുടുംബത്തിന് മറുപടി നൽകിയത്.